ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 26 നവംബർ 2025, ഈ വർഷത്തെ 330ാമത്തെ ദിവസം, അതായത് ജനുവരി മുതൽ നമ്മൾ കൂട്ടുമ്പോൾ ഇന്ന് 330ാമത്തെ ദിവസം ആണ്. ഇന്ന് ധ്യാനവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം ആകുന്നു. ഈ വിവരം അറിയാവുന്ന ഇന്ന് ചെറുപ്പക്കാരായ എത്ര ആൾക്കാരുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാം ഇന്ന് ദേവാലയത്തിലേക്ക് ചെല്ലുന്ന അവസരത്തിൽ നാം കാണുന്നത്, ദേവാലയത്തിൽ ചെറുപ്പക്കാർ പള്ളികളിൽ വരും, എന്നാൽ തന്നെയും അവർ ഏറ്റവും പടിഞ്ഞാറ് പള്ളിയുടെ വെളിയിൽ നിന്ന് എന്തോ വരുന്നവരെയും പോകുന്നവരെയും നോക്കുകയും ഇപ്പോഴത്തെ പൊളിറ്റിക്സ് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തതായി കാണുന്നു. അവർക്ക് ദേവാലയത്തിൽ നടക്കുന്നതായ ആ വിശുദ്ധ ബലിയിൽ യാതൊരു ബന്ധവുമില്ലാതെ അവിടെ വരുന്നവരെയും പോരുന്നവരെയും കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നതായി നാം കാണാറുണ്ട്. അങ്ങനെ കാണുന്ന അവസരത്തിൽ നമുക്ക് വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ആ കുഞ്ഞുങ്ങളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മാതാപിതാക്കൾ ആദ്യം തൊട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായ ചുമതല നമുക്കുണ്ട് എന്നുള്ള വിവരം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, സദൃശവാക്യം 22:6 പറയുന്നത്, ബാലൻ അഭ്യസിക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അതിൽ നിന്ന് വിട്ടുമാറുകയില്ല എന്നത്. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു ക്രിസ്ത്യാനി പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ വളർത്തുവാൻ ആരംഭിക്കുകയാവൂ. അങ്ങനെയുള്ളപ്പോഴാണ് അവൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മടിയിൽ വെച്ചുകൊണ്ട് തന്നെ അവനോട് പറയേണ്ടതായ ഒരു വേദഭാഗമുണ്ട്. സദൃശവാക്യം 1:7, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അതായത് ഇന്ന് ജനിച്ചിട്ടുള്ളതിൽ ആരും തന്നെ പോഷന്മാരോ ജ്ഞാനമില്ലാത്തവരോ അല്ല, എന്നാൽ അവർ പ്രബോധനത്തെ നിരസിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവർ സ്കൂളിൽ സിലബസ് അനുസരിച്ചുള്ള പുസ്തകങ്ങൾ പഠിച്ച് A+ വാങ്ങും. കാരണം നമ്മൾ ഓരോരുത്തരും അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, നിനക്കൊരു ഭാവി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് മേടിക്കണം, നല്ല മാർക്ക് മേടിച്ചെങ്കിൽ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ, നല്ല അഡ്മിഷൻ കിട്ടി നല്ല സ്ഥലത്ത് നിന്നും ജയിച്ചുവെങ്കിൽ മാത്രമേ നല്ല ക്യാമ്പസ് സെലക്ഷൻ നിനക്കുണ്ടാകുകയുള്ളൂ എന്നൊക്കെയുള്ളത് പറഞ്ഞ് മനസ്സിലാക്കും. എന്നാൽ ദേവാലയത്തിൽ ചെന്നാൽ അത് ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്റെ ഹൈറ്റ് അനുസരിച്ച് നീ അതിൻ പ്രകാരം ആ പള്ളിയുടെ ഉള്ളിലേക്ക്, വിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്ന് അതിൽ നിന്നുകൊണ്ട് അതിൽ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ ആ ആരാധനയിൽ സംബന്ധിക്കുകയും കുർബാന അനുഭവിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് അനുഗ്രഹമുണ്ടാകുകയുള്ളൂ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. നിനക്ക് എവിടെയൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ജ്ഞാനമുണ്ടാക്കിയാലും നീ യഹോവയുടെ ഭക്തി നിന്നിലില്ല എങ്കിൽ, ദൈവത്തെ നീ ആരാധിക്കുന്നില്ല എങ്കിൽ, നീ ചെയ്യുന്നതായ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും നീ നന്ദി പറയുന്നില്ല എങ്കിൽ, നീ ഏത് കാര്യം ആരംഭിച്ചാലും അത് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുവെങ്കിൽ അതൊരിക്കലും അത് നടക്കാതെ പോവുകയില്ല എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മൾ കാണിച്ചു തന്നതായ ആ ഉദാഹരണങ്ങൾ കുഞ്ഞുങ്ങളെ കാട്ടിക്കൊണ്ട് അവരെ എപ്പോഴും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നാം അവർക്കൊരു മാതൃകയായി ജീവിച്ചുകൊണ്ട് നാം അവരെ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവരുടെ മനസ്സിൽ അത് പതിയും എന്നതിന് യാതൊരു സംശയവുമില്ല. അതായത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പൈതലായ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ നാം ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയും അതിന് പ്രകാരം അവരെ മുമ്പോട്ട് വളർത്തുകയും ചെയ്താൽ അവർ നല്ലൊരു മാതൃകയായി നമ്മുടെ കുടുംബത്തിലും നാടിനും സഭയ്ക്കും ഉപകാരപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം കാണുന്നുണ്ട്, ഓരോ വീടുകളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം അവർക്ക് മധുവായിൽ കയറാവുന്ന ആ പ്രായം ആകുന്നത് വരെ അവരെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുകയും സൺഡേ സ്കൂളിൽ സമയാസമയങ്ങളിൽ കൊണ്ടുവിടുകയും അവിടെ എന്താണ് പഠിച്ചതെന്ന് തിരിച്ചു വരുമ്പോൾ അവരോട് ചോദിക്കുകയും അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് വിശദമായി പറഞ്ഞു കൊടുക്കുകയും, അതുപോലെ തന്നെ മധുവായിൽ കയറാവുന്ന അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ അവരെ മധുവായിൽ കയറ്റി അവിടെ അവർ
അതിവിശുദ്ധ സ്ഥലത്ത് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കുകയും പിന്നീട് അവർ നല്ല ഒരു മാതൃകാ പൈതലായി, പ്രത്യേകിച്ച് ഒന്നുകിൽ പുരോഹിതനായി, അതുമല്ലെങ്കിൽ നല്ല ഒരു സുവിശേഷകനായി, അതുമല്ലെങ്കിൽ നല്ല ഒരു അനുസരണമുള്ളവനായി മുമ്പോട്ട് ജീവിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കണമെങ്കിൽ ഇതൊക്കെയും നമ്മൾ ചെയ്യണമെന്ന്. അതായത് ദൈവവചനത്തെ ശിരസ വഹിച്ചുകൊണ്ട് നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നാം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ, രണ്ടു നേരവും എങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, എല്ലാ കാര്യങ്ങളും ദൈവം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുവെങ്കിൽ നാം ഒരു നല്ല മാതൃകയായിട്ട് സഭയ്ക്കും നാടിനും വീടിനും ഉപകാരപ്പെടും. അതിനാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ബോധിപ്പിക്കേണ്ടത് യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്നതാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ അതിൽ നിന്നും അതിനെ കഴിഞ്ഞും കൂടുതൽ, അതായത് പ്രായം കടന്നുപോയി എങ്കിൽ നമ്മുടെ കൊച്ചുമക്കളെയും അടുത്ത തലമുറയെയും നമ്മളിത് കൃത്യമായി പഠിപ്പിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ വീടിന് മാത്രമല്ല, നാടിന് മാത്രമല്ല, സഭയ്ക്കും ഉപകാരപ്പെടുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.